വർഷം അവിടുത്തെ മദർ സുപ്പീരിയറിന് എന്നെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കാൻ പേടിയായിരുന്നു. കാരണം ഞാൻ ക്രിസ്ത്യാനികൾക്ക് ഇതിനെ വല്ലതും പറയുമോ, പറയാറുണ്ട്, അവിടെ പറയാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, കറക്റ്റ് 3:20 ക്ലാസ് നിർത്തണം, ബസ് പോകാനുള്ളതാണ്. പേടിച്ചിട്ടാ പറഞ്ഞതേ. കറക്റ്റ് 3:20 ഞാൻ ക്ലാസ് നിർത്തി. എന്താ കാരണം അറിയോ? നേരെ മുമ്പിൽ ഇത്രയും വലിയൊരു ക്ലോക്ക് ഉണ്ട്. അപ്പൊ ഒരു കാരണം വെച്ചാൽ സമയം തെറ്റില്ല, വാച്ച് നോക്കേണ്ട, വലിയ ക്ലോക്കാ, ലോറി ടയറിനേക്കാളും വല്ല ക്ലോക്കാണ്. അപ്പൊ കറക്റ്റ് 3:20 നിർത്തിയപ്പോ മദർ സുപ്പീരിയർ സ്റ്റേജിൽ കയറി ഓടി വന്ന് പറഞ്ഞു, നിർത്തണ്ട, 4 മണി വരെ എടുത്തോളാം. ഇങ്ങനെ തന്നെയാണ് പറഞ്ഞു, നിർത്തണ്ട, 4 മണി വരെ എടുത്തോളൂ, വണ്ടി പിന്നെ പോകുള്ളൂ പറഞ്ഞു. 4 മണി വരെ ക്ലാസ് എടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു കന്യാസ്ത്രീ ഒരു പുരുഷന്റെ കയ്യിൽ തൊടില്ല. മദർ സുപ്പീരിയർ എന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ച്, ഗോപാലകൃഷ ഇന്ന് എന്റെ മുറിയിലേക്ക് വരണം, എന്നെ വിളിച്ചതാണ്, ഗോപാലകൃഷ ഇന്ന് എന്റെ മുറിയിലേക്ക് വരണം. എന്നെ കൈ പിടിച്ചോണ്ട് ഈ ആനയെ കൊണ്ടുപിടിച്ച് കൊണ്ടുപോകുന്നില്ലേ, അതുമാതിരി എന്നെ മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് അകത്തുനിന്ന് വോട്ട് ചെയ്തു. ഇവിടുത്തെ പെൺകുട്ടികൾക്ക് അമ്മ എന്ന് പറഞ്ഞ ദേഷ്യാണ്. അവരമ്മയോട് സംസാരിക്കില്ല, അവരമ്മയോട് ഒന്നും പറയില്ല, സംസാരിക്കില്ല. അതിനെന്താ വഴി? ഗോപാലകൃഷ്ണ അടുത്ത പ്രാവശ്യം വരുമ്പോ ക്ലാസ് എടുക്കോ. ഇത് നിങ്ങളുടെ വീട്ടിലുണ്ടാവരുത്. കാരണം മകളെ, മകനെ നമ്മൾ അനുമോദിക്കണം, ആശീർവദിക്കണം, അനുഗ്രഹിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അവരെ ശപിക്കരുത്. നീ നന്നാവില്ല, നീ ശരിയാവില്ല, എനിക്ക് നിന്നെ വിശ്വാസമില്ല, നിന്നെ പോലൊരു മകനെ, മകളെ കിട്ടിയത് എന്റെ മഹാപാപമാണ്, എനിക്ക് നിന്നെ വിശ്വാസമില്ല, ഞാൻ ടീച്ചറെ വിളിച്ച് ചോദിക്കട്ടെ പറയരുത്. അറിയാതെ പോലും നിങ്ങളുടെ നാവിൽ നിന്ന് മക്കൾക്കെതിരെ ഒരു ശാപവാക്ക് വരരുത്. കാരണം മക്കൾ പറഞ്ഞിട്ടല്ല നമ്മൾ അവരെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ നല്ല രീതിയിലും ചീത്ത രീതിയിലും പെരുമാറാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അമ്മയ്ക്കും അച്ഛനും ചീത്ത രീതിയിൽ പെരുമാറാൻ സ്വാതന്ത്ര്യമില്ല. മക്കള് വന്നാൽ അവർക്ക് ചോറ് വിളമ്പി കൊടുക്കണം, അവർക്ക് പറയാനുള്ളത് കേൾക്കണം, ചിരിച്ച മുഖവുമായിട്ട് അവരെ സ്വീകരിക്കണം. അരമണിക്കൂർ അവരെ കളിക്കാൻ വിടണം, വൈകുന്നേരം അരമണിക്കൂർ അമ്മ കൂട്ടത്തിലിരിക്കണം. ആ സമയത്ത് ചില കഥകള്, നന്മ നിറഞ്ഞ അനുഭവങ്ങള്, ഉപദേശങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ ജീവിത സത്യങ്ങള്. എന്താ ജീവിത സത്യം? ജനനവും മരണവും ജീവിതത്തിലുണ്ട്, ജയവും പരാജയവും ഉണ്ട്, വരവും പോക്കുമുണ്ട്, ലാഭവും നഷ്ടവുമുണ്ട്, ചിരിയും കരച്ചിലുമുണ്ട്. ജീവിതം എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാത്തിന്റെയും ആകത്തുകയാണ്. എല്ലാവരും നമ്മളെ അനുമോദിച്ചത് വരില്ല, വിമർശിക്കുന്നവരുണ്ട്. ചിരി മാത്രമല്ല ജീവിതത്തിലുള്ളത്, കരച്ചിലുണ്ട്. സുഹൃത്തുക്കൾ മാത്രമല്ല ജീവിതത്തിലുള്ളത്, ശത്രുക്കളുമുണ്ട്. ജനനമുള്ളതുപോലെ മരണവുമുണ്ട്. വന്നവരെല്ലാം തിരിച്ചു പോകും മകനെ എന്നിടയ്ക്കെങ്കിലും മക്കളോട് പറയുക, ഇടയ്ക്കെങ്കിലും മക്കളോട് പറയുക. ജീവിതത്തിൽ അവർക്ക് ഷോക്ക് ഏൽക്കേണ്ടി വരും, അറിയിക്കുക. ജീവിതത്തിൽ എപ്പോഴും എല്ലാവരും വിജയിച്ചു എന്ന് വരില്ല, എപ്പോഴും ഒന്നാമനായി എന്ന് വരില്ല. ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. മക്കളെ പറഞ്ഞു കൊടുത്ത് നോക്കൂ, ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ മക്കൾ മാറും. നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ല. അത് അമ്മയുടെ ധർമ്മം, പിന്നെ അച്ഛന്റെ ധർമ്മം. എന്താ കാരണം? മാതൃദേവോ ഭവ എന്ന് പറഞ്ഞിട്ടാ പിതൃദേവോ ഭവ എന്ന് പറയുന്നത്. ഒരു ദിവസം, ഓരോ ദിവസവും ഒരു നേരമെങ്കിലും അമ്മയും അച്ഛനും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, ചിരിച്ച് സന്തോഷിച്ച് ഭക്ഷണം കഴിക്കണം. ഭർത്താവിന് ഭാര്യ ചോറ് വിളമ്പി കൊടുക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാം. ഭർത്താവിന് ഭാര്യ ചോറ് വിളമ്പി കൊടുക്കണം. ഓർമ്മിക്കുക, എത്ര കാലം വിളമ്പി കൊടുക്കാൻ തലവിധി ഉണ്ടെന്ന് അറിഞ്ഞൂടാ. ഭാര്യ തരുന്ന ചോറ് കഴിക്കാൻ എത്ര കാലം ഭർത്താവിന് തലവിധി ഉണ്ടെന്ന് അറിഞ്ഞൂടാ. ജാതകമൊന്നുമല്ല ജീവിതത്തിലെ നന്മ ഉണ്ടാക്കുന്നത്. 32 കൊല്ലായി എന്റെ കല്യാണം കഴിഞ്ഞ. എന്റെ ഭാര്യയുടെ പേര് രുക്മിണി, എന്റെ പേര് ഗോപാലകൃഷ്ണൻ അറിയാമെന്ന് ഞാൻ വിചാരിക്കണം. അവളെ കൂരാടം ഞാൻ തിരുവോണം, കൂരാടം ഉത്രാടം തിരുവോണം, മുന്നാളാണ്. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, ഭംഗിയായിട്ട് പോകുന്നുണ്ട്, ഇനി പ്രശ്നമൊന്നുമില്ല. ഞാൻ അതുകൊണ്ട് നിങ്ങളെങ്ങനെ കഴിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ജാതകം നോക്കലും അഷ്ടമത്തിന് ചൊവ്വയും 7 ചൊവ്വയും ചൊവ്വാദോഷമൊന്നുമല്ല ജീവിതം. അത് വേണമെങ്കിൽ നോക്കാം, വേണ്ടെങ്കിൽ നോക്കണ്ട. പക്ഷെ അതല്ല ജീവിതം. അത് പറയാൻ കാരണം രാമന്റെയും സീതയുടെയും ജാതകം നോക്കിയത് ഞാനല്ല, ശ്രീരാമന്റെയും സീതയുടെയും ജാതകം നോക്കിയത് ഞാനല്ല. സ്വസ്ഥായിട്ട് രണ്ടുപേരും നമ്മൾ ജീവിച്ചിട്ടില്ല, തുടക്കം മുതൽ അവസാനം വരെ. അതുകൊണ്ട് ജാതകം നോക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എല്ലാവരോടും പറയാം, 28 വയസ്സ് വരെ നല്ല ജാതക ചേർച്ചയുള്ളത് കിട്ടുമോ എന്ന് ആണുങ്ങൾക്ക് നോക്കാം,
24 വയസ്സ് വരെ നല്ല ജാതക ചേർച്ച ഉള്ളതും പെണ്ണുങ്ങൾക്ക് നോക്കാം. അത് കഴിഞ്ഞാൽ നാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ നല്ല കുടുംബം, നല്ല വിദ്യാഭ്യാസം, കാണാൻ നല്ല ഭംഗി, തകടില്ലാത്ത ഭംഗി, നന്മ നിറഞ്ഞ മനസ്സ്, മാതാപിതാക്കള്, വിദ്യാഭ്യാസം, ഇത് നോക്കി മുമ്പോട്ട് പോവുക. നല്ല ചേർച്ചയുള്ള ജാതകത്തിലും പ്രോബ്ലം ഉണ്ടാവാം, ചേർച്ചയില്ലാത്ത ജാതകത്തിലും പ്രോബ്ലം ഉണ്ടാവാം. ഒന്നൊരുമി ഉറപ്പാണ്, നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്നത് നമ്മൾ തന്നെയാണ്. നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ സാധിക്കണം. അതിന്റെ അർത്ഥം എന്തും ഏതുമാവട്ടെ എന്നല്ല. അതേപോലെ പറയാൻ പാടില്ലാത്തൊരു വരി ഞാൻ പറയാണ്, അതേപോലെ എടുക്കരുത്. കൂടുതൽ പ്രായമായവരായതുകൊണ്ട് പറയാം, കഴിയുന്നതും നിങ്ങളുടെ മക്കള് മറ്റു മതത്തിലുള്ളവരെ വിവാഹം കഴിക്കാതിരിക്കാൻ നോക്കണം. കാരണം ഒരിക്കൽ മറ്റു മതത്തിലുള്ളവരെ വിവാഹം കഴിച്ചാൽ പിന്നെ ആ മതത്തിലുള്ളവർ നിങ്ങളെ കൺവെർട്ട് ചെയ്യുന്നത് വരെ അവർ ഹൃദയിക്കില്ല. നിങ്ങളുടെ മകൻ ഇന്ന് വരെ ഇല്ലാത്തൊരു ജീവിതമായിരിക്കും മറ്റൊരു മതത്തിൽ കൺവെർട്ട് ചെയ്താൽ ഉണ്ടാവുന്നത്. പക്ഷേ ഹൈന്ദവ ധർമ്മം അനുശാസിക്കുന്നവരെയാണ് മറ്റൊരു വിഭാഗത്തിൽപ്പെട്ടവരെ കല്യാണം കഴിക്കുന്നതെങ്കിൽ ഭാവിയിൽ പ്രശ്നം ഉണ്ടാവും എന്ന് ഉറപ്പിച്ചറിയിക്കുക. മറ്റൊരു ജാതിയിലുള്ളവരെയാണ് കെട്ടുന്നതെങ്കിൽ ഭാവിയിൽ പ്രശ്നം ഉണ്ടാവും, ബന്ധുക്കൾ അനുവദിക്കില്ല, എല്ലാം അറിയിക്കുക. പക്ഷേ ഒരു ഗതിയുമില്ലാതെ കല്യാണം കഴിച്ചു പോയാൽ പടിയടച്ചു പുറത്താക്കല്ലേ, പടിയടച്ചു പുറത്താക്കരുത്. അത് പറയാൻ കാരണം, പണ്ട് നമുക്കും നമ്മുടെ മക്കൾക്കും, നമുക്കും നമ്മുടെ അമ്മമാർക്കും, മക്കൾക്കല്ല നമുക്കും നമ്മുടെ അമ്മമാർക്കും 4, 5, 6 കുട്ടികൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് 1 or 2 കുട്ടികളെ ഉള്ളൂ. അവരെവിടെയാ ദൈവത്തിനറിയാം. അപ്പൊ വാർദ്ധക്യത്തിൽ കട്ടിലിൽ കിടക്കുമ്പോ ഏതെങ്കിലും നഴ്സിന്റെയും ഏതെങ്കിലും വ്യക്തിയുടെയും ദയാവായ്പോടുകൂടി ജീവിക്കേണ്ടി വരരുത്. അതുകൊണ്ട് നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാവണം. എന്ത് ത്യാഗം സഹിച്ചിട്ടായാലും കൂടെ ഉണ്ടാവണം. എതിർക്കാനുള്ളതിനെ എതിർക്കാം, പക്ഷെ ചവിട്ടി പുറത്താക്കരുത്. ഇത് പാലക്കാട് ഞാൻ നെഞ്ചത്ത് കൈവച്ചോണ്ട് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ മോയൻസി എനിക്ക് തോന്നുന്നു റോട്ടറി ക്ലബിന്റെയോ ലയൺസ് ക്ലബിന്റെയോ സ്കൂളിൽ ഞാൻ പറഞ്ഞിരുന്നു. എനിക്ക് ഭയം ഉണ്ടായിരുന്നു. കൂടുതലും തമിഴ് ബ്രാഹ്മിൻസാ മുമ്പിൽ ഇരിക്കുന്നത്. നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് അത്ര ഭയമില്ല. കൂടി വന്നാൽ നിങ്ങൾ തീരുമാനിക്കും അടുത്ത വാച്ച്മാനെ വിളിക്കേണ്ട. പക്ഷെ അവിടെ അങ്ങനെയല്ല, അവിടെ വേറൊരു പ്രശ്നമാണ്. ഞാൻ താഴത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു 10-30 പേര് എന്റെ അടുത്ത് വന്നു. അതില് 90 വയസ്സായിട്ടുള്ള ഒരാള് എന്റെ അടുത്ത് വന്ന് കയ്യിൽ കമ്പൾ അത് പിടിച്ചോണ്ട് അടുത്ത് വന്ന് എന്റെ നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞു, 57 വർഷം മുമ്പ് ഞാൻ എൻ്റെ മകനെ പുറത്താക്കിയതാ. ഇന്ന് ഇപ്പോ മണി 9 ഞാൻ അവന്റെ വീട്ടിലേക്ക് പോവാണ്. അവനെ വിളിച്ചു കൊണ്ടുവരാൻ പോവാണ്. അന്ന് പറഞ്ഞതാ ശരി. ഞാൻ എൻ്റെ മകനെ വിളിച്ചുകൊണ്ടിരാൻ പോവാണ്. അദ്ദേഹത്തിന്റെ കരച്ചിലും ആ ശബ്ദം എൻ്റെ ചെവിയിൽ ഇപ്പോഴുണ്ട്. കുറേ പേര് വന്ന് പറഞ്ഞു, സാറേ ഇപ്പൊ സാറ് പറഞ്ഞത് എല്ലായിടത്തും പറയണം. പലർക്കും വാക്കുകൾ കിട്ടിയില്ല, പലരും കരയുന്നുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞത് തെറ്റായിട്ടതിനെ ഞാൻ ന്യായീകരിച്ചതല്ല. ജീവിതം പെർമനന്റ് നമ്മളിവിടെ. നമ്മൾ ഈ ഭൂമിയിൽ സ്ഥിരമായി ജീവിക്കാൻ വേണ്ടി വന്നവരല്ല. കുറച്ചു കാലം ധന്യമായിട്ട് നമ്മുടെ വീട്ടിലൊരു തുളസിത്തറ ഉണ്ടാവണം. നിർബന്ധമായി ഒരു ചെടിച്ചട്ടിയിലേക്ക് തുളസിത്തറ. വൈകുന്നേരം വിളക്ക് വെക്കണം. നമ്മുടെ പൂമുഖത്ത് 2 തിരിയെങ്കിലുമുള്ള, അല്ലെങ്കിൽ 5 തിരിയിട്ടൊരു വിളക്കുണ്ടാവണം. വൈകുന്നേരം സന്ധ്യാനാമം ജപിക്കണം. കുറച്ചു നേരം ഇരുന്ന് ജപിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നടന്നു 21 ഗായത്രി രാവിലെയും വൈകുന്നേരവും ജപിക്കാം. വിശക്കുന്നവർക്കും വേദനിക്കുന്നവർക്കും അനാഥർക്കും എന്തെങ്കിലും ചെയ്യാം. ഗോപാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞ ഗോപാലകൃഷ്ണൻ തന്നെ വാക്ക് തരുന്നു, ഇന്ന് വരെ ജീവിച്ചതിൽ നിന്ന് ധർമ്മ അർത്ഥ കാമ മോക്ഷം, ഭൗതിക ധർമ്മം, ഭൗതിക അർത്ഥം, ഭൗതിക കാമം, ഭൗതിക മോക്ഷം, ആത്മീയമായ ധർമ്മം, ആത്മീയമായ അർത്ഥം, ആത്മീയമായ കാമം, ആത്മീയമായ മോക്ഷം നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഉറപ്പ് പറയാൻ കാരണം ഇത്രയും നേരം ഇവിടെ ഇരുന്നതിൽ ഒരാൾ പോലും അനങ്ങിയിട്ടില്ല, ഒരാൾ പോലും പോയിട്ടില്ല.
കൂട്ടുവായിട്ടില്ല. സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. ഇനി എന്നെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ, ഞാനിവിടെ പറഞ്ഞിട്ടില്ല എങ്കിൽ, പുനർജന്മത്തെ കുറിച്ചൊരു ക്ലാസ്. എന്താ പുനർജന്മം? ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ടോ? ഇല്ല. സയന്റിഫിക്കലി പുനർജന്മം ഗവേഷണം നടത്തി പുനർജന്മം കണ്ടുപിടിച്ചത്. കേൾക്കുമ്പോ വിഷമം തോന്നുമെന്നുള്ളവരന്ന് വരരുത്. ചിലർക്ക് ഇത്തിരി ഭയമുണ്ടാവും. ഞാനത് പറയാൻ കാരണം, മലപ്പുറത്തെ തിരൂരില് ഇതിനെക്കുറിച്ച് ക്ലാസ് എടുത്തു. ഒരു 2-3 അഡ്വക്കേറ്റുമാരും IPS ഉദ്യോഗസ്ഥരും വന്ന് പറഞ്ഞു, സാർ പേടിയാവുന്നു സാർ, ഞങ്ങളോട് ഒത്തിരി ചെയ്തു കൂട്ടിയിട്ടുണ്ട്, ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും. ഞാനവരോട് പറഞ്ഞു തരണം, നിങ്ങൾ സംസാരിക്കല്ലേ, മൈക്ക് ഓഫ് ചെയ്തിട്ടില്ല. കാരണം അവർ പറഞ്ഞ മൈക്കും കൂടെ പുറത്തേ കേൾക്കാം. പക്ഷെ വികാരത്തോടു കൂടിയാ വന്ന് പറഞ്ഞതേ. അപ്പൊ അങ്ങനെ ഒരു ക്ലാസ് ഇപ്പോഴല്ല, എന്നെങ്കിൽ വളരെ ധന്യമായി രീതിയിൽ നിങ്ങൾ ക്ലാസ് എടുക്കാൻ സാധിച്ചതിൽ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിന് അപ്പുറത്തുള്ള സന്തോഷമുണ്ട്. 1-2 ചെറിയ കാര്യങ്ങൾ, കുറേ പുസ്തകങ്ങളും സീഡികളും അവിടെയുണ്ട്. ഒരു ജന്മത്തിൽ ഒരു വേദമെങ്കിലും നിങ്ങൾ കേൾക്കണം. ഒരു വേദം. കഴിഞ്ഞ പ്രാവശ്യം ഞാനത് പറഞ്ഞു. കുറേ സീഡികളുണ്ട്, കുറേ പുസ്തകങ്ങളുണ്ട്. ധർമ്മശാസ്ത്രം എന്ന പുസ്തകമുണ്ട്, ജ്യോതിഷത്തിന്റെ പുസ്തകമുണ്ട്, ഓട്ടോബയോഗ്രഫി ഉണ്ട്, CD ഉണ്ട്. ഇത് നിങ്ങൾ വാങ്ങിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അന്ന് ഞാൻ പറഞ്ഞിരുന്നു നിർബന്ധമില്ല. വാങ്ങിക്കുകയാണെങ്കിൽ കോപ്പി റൈറ്റ് ഇല്ല, പരമാവധി കോപ്പി എടുത്ത് മറ്റവർക്ക് കൊടുക്കണം. 2, സാധിക്കുമെങ്കിൽ ഈ ഒക്ടോബർ 5-ാം തീയതി മഴുവഞ്ചേരിയിലെ, തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന വഴി കേച്ചേരിക്കടുത്ത് നമ്മുടെ ക്ഷേത്രത്തില് നവഗ്രഹ പ്രതിഷ്ഠ നടത്തുന്നുണ്ട്. സയന്റിഫിക്കലി നവഗ്രഹ പ്രതിഷ്ഠ. 4-ാം തീയതി വൈകുന്നേരം പ്രതിഷ്ഠയും 5-ാം തീയതി മുഴുവൻ പ്രതിഷ്ഠയും ആയിട്ട് ബന്ധപ്പെട്ടതാണ്. വരാൻ സാധിക്കുമെങ്കിൽ വരിക. അതിനേക്കാൾ ഉപരി 5-ാം തീയതി ഇവിടെ നോട്ടീസുണ്ട്. 5-ാം തീയതി ജ്യോതിഷത്തെ കുറിച്ച്, ജ്യോതിഷം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക, ഈ അന്ധവിശ്വാസം, ദുരാചാരം എല്ലാം ചേർത്ത് രാവിലെ 9:30 തൊട്ട് വൈകുന്നേരം 4:30 വരെ എന്റെ ക്ലാസ് ഉണ്ട്. ഉച്ചയ്ക്ക് ലഞ്ചിന് അരമണിക്കൂർ ഇന്റർവെല്. വരുമെന്നുള്ളവര് അവർക്കുള്ള നോട്ടീസ് ഇവിടെ ഉണ്ട്. നവഗ്രഹ പ്രതിഷ്ഠയ്ക്ക് വരാനുള്ളവരുടെ നോട്ടീസ് അവിടെയുണ്ട്. ജ്യോതിഷം സെമിനാറിന് വരുന്നവർക്കുള്ള നോട്ടീസ് ഇവിടെയുണ്ട്. ഏതൊക്കെ വിഷയമാണ് വിവരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഡിസംബർ 26, 27, 28 ഹിന്ദു ധർമ്മത്തെ കുറിച്ചുള്ള ക്ലാസ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 3 ദിവസം എല്ലാ വർഷവും ഉള്ളതാണ്. സാധിക്കുമെങ്കിൽ വരിക. താമസ സൗകര്യമുണ്ട്. എല്ലായ്പ്പോഴും പറയുന്ന മാതിരി വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാവില്ല, ചെറിയ ഭക്ഷണം, കട്ടൻ ചായയും കട്ടൻ കാപ്പി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ടാവും. സാധിക്കുമെങ്കിൽ വരിക. യൂട്യൂബിൽ ധാരാളം സ്പീച്ചസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പുനർജന്മത്തെ കുറിച്ച് ഉൾപ്പെടെ. ഇത്രയും ധന്യമായ വേദിയില് ഈ വാക്ക് പറയാൻ പോകുമ്പോഴും എനിക്കൊരു സംശയം, ഇനിയും ഞാൻ 1 മണിക്കൂർ പറഞ്ഞാലും നിങ്ങൾ ഇരിക്കുമില്ല. ഒരു തോന്നൽ. നമുക്ക് പറയില്ല, എനിക്കൊന്നും വേണ്ട. ആ ധന്യമായ മുഖവും മനസ്സും ഇവിടെ ഇരിക്കുമ്പോൾ അനുഭവത്തിൽ തോന്നാറുണ്ട്. സന്തോഷം, വളരെ വളരെ സംതൃപ്തിയുണ്ട്. എല്ലാവർക്കും വേണ്ടി ഒരു നിർദ്ദേശം കൂടി. ഈ പ്രദേശത്ത് ഇനി പ്രഭാഷണം ഉണ്ടെങ്കിൽ, പാലക്കാട് ജില്ലയിലുണ്ടെങ്കിൽ, അതിന്റെ ഇൻഫർമേഷൻ മൊബൈൽ ഫോണിൽ കിട്ടാൻ അവിടെ ഒരു സ്ലിപ്പ് വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ നമ്പർ, അത് നിങ്ങൾ പാലക്കാട് തന്നെയാണെങ്കിൽ പാലക്കാട് എഴുതാം. നിങ്ങൾ ഇവിടുത്തെ കാരണമല്ല വേറെ സ്ഥലത്താണെങ്കിൽ ആ സ്ഥലത്തെ നമ്പർ എഴുതാം, പാലക്കാടിലെ നമ്പർ എഴുതാം. അല്ലെങ്കിൽ രണ്ട് പേര് പാലക്കാട്, തിരൂര്, പാലക്കാട്, മലപ്പുറം എഴുതാം. അപ്പൊ 2 സ്ഥലത്തെ പരിപാടിയുടെ നമ്പർ നിങ്ങൾക്ക് നമ്മളിപ്പോ ഏതാണ്ട് 12,000 പേർക്ക് അതാത് പ്രദേശത്ത് പ്രോഗ്രാം വരുമ്പോൾ അതാത് പ്രദേശത്തുള്ളവർക്ക് SMS അയക്കാറുണ്ട്. അതാത് പ്രദേശത്തുള്ളവർക്കേ കിട്ടുള്ളൂ. പാലക്കാട് അടുത്ത പ്രാവശ്യം വരുമ്പോഴേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ആ നിങ്ങളുടെ മൊബൈൽ ഫോണും ഇമെയിലും അതിൽ തരികയാണെങ്കിൽ അടുത്ത പ്രോഗ്രാം പാലക്കാടുള്ളത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അതും എഴുതാം. പേരൊന്നും എഴുതണ്ട, നമ്പറും ഇമെയിലും മാത്രം എഴുതിയാൽ മതി. എത്ര നമ്പർ വേണമെങ്കിൽ ഒരു സ്ലിപ്പിൽ എഴുതാം, നിങ്ങൾക്ക് അത് ലഭിച്ചിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾക്കുള്ള ഒരു നോട്ടീസ് അവിടെയുണ്ട്, ഫ്രീ ആണ്. ഹിന്ദുധർമ്മം പഠിക്കാനുള്ളവർക്ക് ഒരു നോട്ടീസ് ഉണ്ട്, ഫ്രീ ആണ്.
നമ്മളുടെ മക്കൾ മതം മാറി പോകുന്നത് എങ്ങനെയൊക്കെയാണെന്ന് ഇംഗ്ലീഷുകാർ കണ്ടുപിടിച്ച ഒരു നോട്ടീസ് അവിടെയുണ്ട്. അത് ഫ്രീ ആണ്. പുസ്തകങ്ങളും സീഡികളും ഫ്രീ അല്ല. ധന്യമായി ഈ വേദിയിൽ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ എന്നെ ക്ഷണിച്ച എല്ലാവർക്കും വേണ്ടിയും അത്ര ധന്യമായ രീതിയിൽ ഇത് കേൾക്കാനിരുന്ന എല്ലാവർക്കും വേണ്ടി ഗോപാലകൃഷ്ണൻ പ്രാർത്ഥിക്കുന്നു. ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാനാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തര അഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ജഗതീശ്വരൻ ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികൾക്കും ഈ പ്രോഗ്രാമിന്റെ സംഘാടകർക്കും എന്റെ മുമ്പിലിരിക്കുന്ന മാതാപിതാക്കൾക്കും മക്കൾക്കും എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രണാമം പ്രണാമം പ്രണാമം. നമസ്കാരം.